അങ്ങനെ വോക്ക് വിത്ത് ശ്രീവേഷ്കർ റിവർ വാലി ജംഗിൾ റിസോർട്ട് ബോർഡ് നമുക്ക് കാണാം. ഡോളമി ബോർഡ് കണ്ടോ? ഷിജോ ബോർഡ് കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തുംകടവ് റിസോർട്ടാണ്. ആദ്യത്തെ റിസോർട്ടാണ്. അപ്പോൾ ഏകദേശം ഇവിടുന്ന് കച്ചേരിക്കടവ് പാലത്തിന് സമീപത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇവിടുന്ന് ഏകദേശം 9.7 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം. നമുക്ക് ആ ജംഗിൾ റിസോർട്ടിൻ്റെ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാം, ചോദിച്ചറിയാം. പോവാം. അപ്പോൾ ഞങ്ങൾ കച്ചേരിക്കടവിൽ നിന്ന് യാത്ര തിരിച്ചു. ഞാൻ പറഞ്ഞ നമ്മുടെ റിവർ വാലി ജംഗിൾ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ റിവർ വാലി ജംഗിൾ റിസോർട്ടിലെ മെയിൻ ആയിട്ടുള്ള ആളാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ആദ്യം കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് മിഥില. മിഥില. അപ്പോൾ നമ്മുടെ പാലത്തുംകടവിലെ ആദ്യത്തെ റിസോർട്ടാണല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ ഇതിന്റെ പ്രത്യേകതകൾ? ബേസിക്കലി ഇതിന്റെ 3 സൈഡിലും ഫോറസ്റ്റ് ആണ്. സോ ക്ലൈമറ്റ് എപ്പോഴും നല്ല തണുപ്പായിരിക്കും, അതുപോലെ കുറച്ച് കാം ആയിരിക്കും. ബിക്കോസ് ഒരു ടൗണിൽ നിന്നൊക്കെ നല്ല ദൂരത്തിലാണ്. സോ എപ്പോഴും ഒരു പീസ്ഫുൾ എൻവയോൺമെന്റ് ആയിരിക്കും. പിന്നെ എപ്പോഴും നമുക്ക് ഈ പുഴയുടെ സൗണ്ട് കേൾക്കാം. സോ ഇറ്റ്സ് വെരി സൂത്തിങ്. ലൈക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഇറ്റ്സ് റിയലി കംഫർട്ടിങ്. അതുപോലെ ഇവിടെ നമുക്കിപ്പോൾ 4 ഡബിൾ ബെഡ്റൂമും വിത്ത് AC ആൻഡ് 2 സിംഗിൾ ബെഡ്റൂമാണ് ഉള്ളത്. പ്ലസ് ഇവിടെ ഒരു ഡൈനിങ് ഹാൾ ഉണ്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. അതുപോലെ ഒരു കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്. പ്ലസ് പിള്ളേർക്ക് വേണ്ടി ഒരു പാർക്കും ഉണ്ട്. പിന്നെ അത് കൂടാതെ ഒരു മിനി ലൈക്ക് ബേബി പൂൾ ഇവിടെ ഉണ്ട്. ഒരു പൂളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 1-2 വ്യൂ പോയിന്റ്സ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഹൈറ്റിൽ, ലൈക്ക് ഈ സ്ഥലം മൊത്തം കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ. അതുപോലെ തൊട്ടടുത്ത് പുഴയുണ്ട്, പുഴയിൽ പോകാൻ പറ്റും. ലൈക്ക് ചെറിയ ട്രക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഒരു ചെറിയ റൂം ഇവിടെ പഞ്ചകർമ്മ, ആയുർവേദ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഇഫ് യു ഹാവ് എ ബിസി ഷെഡ്യൂൾ നിങ്ങൾക്ക് ഒന്ന് വന്ന് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ ഗസ്റ്റ് ഉണ്ട്, 6 പേരുണ്ട്. അപ്പൊ എല്ലാവരും വളരെ നല്ല റിവ്യൂ ആണ് എന്നോട് പറഞ്ഞത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സോ അവർ ബാംഗ്ലൂരിൽ നിന്നാണ്, സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. ഡോക്ടർമാർ 6 പേര്. അപ്പോൾ ഡോക്ടർമാരാണ് നമ്മുടെ പാലത്തുകാട് നമ്മുടെ ഈ ഒരു റിസോർട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സൗന്ദര്യമൊക്കെ നമുക്കൊന്ന് ആസ്വദിച്ച് ഈ ഡോക്ടർമാരുടെ അവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ, വാ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു റിസോർട്ടിന്റെ ഭംഗിയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ റിസോർട്ടിൽ കഴിഞ്ഞ ദിവസം ഇവിടെ കുറച്ച് ഡോക്ടർമാരൊക്കെ വന്നിട്ടുണ്ട്.
അപ്പൊ അവര് ഇന്ന് രാവിലെ പുറപ്പെടേണ്ട ആൾക്കാരായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു സൗന്ദര്യവും ഭംഗിയൊക്കെ കണ്ടിട്ട് അവർ ഇവിടുന്ന് ഒരു ദിവസത്തേക്ക് യാത്ര മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് അലിൻ. അലിൻ. എവിടെയാ വീട്? ഞാൻ കാഞ്ഞിരപ്പള്ളി, കോട്ടയം. കോട്ടയം. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ വന്നപ്പോ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ ഈ ഒരു റിസോർട്ടിൽ വന്നപ്പോൾ ഒരു അനുഭവം? ചേട്ടൻ പറഞ്ഞത് ഞങ്ങള് ഒരു ദിവസത്തേക്ക് ഒരു രാത്രി നിൽക്കാൻ വന്നതാ. പക്ഷെ കണ്ടു കഴിഞ്ഞ് വന്ന ഉടനെ ഞങ്ങള് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. നാളെ പോ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാന്ന് ആലോചിച്ചു. അത്രയും അതിമനോഹരമാണ്. വരുന്ന വഴി തൊട്ട് നമുക്ക് ആ ട്രാവൽ ചെയ്ത് വരുന്ന വഴി തൊട്ട് എല്ലാം ഒന്നിനൊന്ന് മികച്ച വ്യൂസും. ഞങ്ങള് ബാംഗ്ലൂരായിരുന്നു 5 കൊല്ലം. അപ്പൊ അതിൽ നിന്നൊക്കെ ഭയങ്കര വേറിട്ട ഒരു അനുഭവമാണ്. ഞങ്ങൾ ഒത്തിരി റിസോർട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അത് വെച്ചൊക്കെ നോക്കുമ്പം പ്രകൃതിയോട് വളരെ ചേർന്ന് നിന്നൊരു വ്യൂവും മൊത്തത്തിൽ ഒരു റിഫ്രഷിങ്ങും ഒരു പ്രത്യേകതരമായ ഒരു ഇതാണ്. പിന്നെ ഹോസ്റ്റ് ആണെങ്കിലും തുടങ്ങുമ്പോ തൊട്ട് ഫ്രം ദ സ്റ്റാർട്ട് അവർ കൂടെ ഉണ്ട്. എന്ത് വിളിച്ചാലും എന്തിനും വരും. ഫുഡും ഭയങ്കര അടിപൊളിയായിരുന്നു. സ്റ്റേയും ഞങ്ങൾ നിൽക്കുന്നത് ഒരു ഗ്ലാസ് ഹൗസിലാണ്. അവിടെ നിന്ന് റൂമിന് പുറത്തുനിന്നുള്ള വ്യൂ, രാവിലെ എഴുന്നേക്കുന്നതും ഉറങ്ങാൻ പോകുന്നതും എല്ലാം ഇത് കണ്ടു. ഞങ്ങൾ അന്നലെ ബാൽക്കണി കിടന്ന് ഉറങ്ങിയത് കണ്ടുകൊണ്ട് ഉറങ്ങുമായിരുന്നു. പിന്നെ ആ ഒച്ച, ഈ റിവറിന്റെ ഇങ്ങനത്തെ ഒച്ചയും ഞങ്ങൾക്ക് വളരെ ഞങ്ങൾ അത്രയും ഇഷ്ടമല്ലായിരുന്നു. അപ്പം മൊത്തത്തിൽ എല്ലാം. പിന്നെ അവിടെ ഒരു പാർക്കുണ്ട്, പൂളുണ്ട്. അപ്പൊ എവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന കൺഫ്യൂഷനാ. ഓരോന്ന് ഓടി കാണുവാണ്. 2 ദിവസം കൊണ്ട് നമുക്ക് ഇത് കണ്ടു തീരൂല. ഇല്ല, ഒരാഴ്ച നിൽക്കുവാണെങ്കിലും വേർത്താണ്. എങ്ങനെയാണ് നമ്മുടെ പുഴയുടെ സൗന്ദര്യമൊക്കെ? അയ്യോ, ഇവിടെ നിന്ന് പിന്നെ സമയം പോകുന്ന അറിയത്തില്ല. അങ്ങനെ നിന്ന് പോകും. അടിപൊളിയാണ്. ഞങ്ങൾ പുഴയിലൊക്കെ ഇറങ്ങി, കുറച്ച് നീന്തി, നല്ല ഒഴുക്കുണ്ട്. ജസ്റ്റ് ഒന്ന് മുങ്ങി ഇറങ്ങി. അടിപൊളി, ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഒരു മസ്റ്റ് ആയിട്ട് ഞാൻ പറയും. എന്തായാലും വരണം. റിവർ വാലി ജംഗിൾ റിസോർട്ടിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 2 to 3 days വന്ന് സ്പെൻഡ് ചെയ്തൊരു റിഫ്രഷിങ്ങും ഒരു വളരെ നമ്മുടെ ബിസി ലൈഫിൽ നിന്നൊരു ചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഇതാണിത്. അപ്പൊ എന്തായാലും ഒരു 2 to 3 days നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ഫൺ. അടിപൊളി, ഗംഭീരാണ്. ഓക്കെ. മാണിക്യ ചിറകുള്ള ഭാരത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാണുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശം കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര, മാമനം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും ഓ തന്നിരത്താനേ താളാനേ, തന്നിരത്താനില്ലാതെ. അപ്പോൾ നമ്മുടെ ഒരു ഡോക്ടറെ നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പോൾ അടുത്ത 2ാമത്തെ ഡോക്ടർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ പേര്? എന്റെ പേര് മീര മാത്യൂസ്. സ്ഥലം കോട്ടയം ഭരണങ്ങാനത്താണ് വരുന്നത്. അതെ. എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഈ ഒരു ജംഗിൾ റിസോർട്ടിൽ വന്നപ്പോൾ ഒരു അനുഭവം? വളരെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. ലൈക്ക് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇത്ര ഭംഗി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒട്ടും കേട്ടിട്ടൊന്നും ഇല്ലാത്തൊരു വെക്കേഷൻ സ്പോട്ടാണ് ഈ പാലത്തിൻകടവ്. ഞാൻ അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. പക്ഷെ വന്ന് കണ്ടപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് വെരി മാജിക്കൽ. ഭയങ്കര ഈ വന്നപ്പോ തന്നെ ഒച്ച ഇങ്ങനെ കേൾക്കാൻ പുഴയുടെ നല്ല ഒച്ചയാണത്. അത് കേട്ട് നമ്മൾ നേരെ ഇത് കാണാൻ ഇങ്ങോട്ട് വന്നത്. കണ്ടപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഈ കാഴ്ച, ഈ വ്യൂ ഒരിക്കലും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. ഇത്രയും നല്ല വ്യൂ ഇവിടെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് അത്ര പോപ്പുലർ അല്ലാത്ത ഒരു ഇതാണെന്ന് തോന്നുന്നു. പക്ഷെ ഐ തിങ്ക് ഇറ്റ് ഡിസേർവ്സ് മോർ ഹൈപ്പ്. കുറച്ചുകൂടെ ആളുകൾ അറിയണം, വരണം. കാരണം അത്രയും നല്ലൊരു ഭയങ്കര നേച്ചറും പുഴയും മരങ്ങളും വല്ലാത്തൊരു, നമ്മൾ വളരെ നല്ല സന്തോഷമാകും, വളരെ റിലാക്സ്ഡ് ആവും. ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. അതെ, ഒരു പ്രത്യേക ഫീൽ. നമ്മൾ ഒരിക്കലും ഇപ്പം വേറെ എവിടെയെങ്കിലും ഒക്കെ പോയാലും ഇത്ര ഇവിടെ ഇപ്പം വളരെ ക്ലോസ്ഡ് ആണ്. നമുക്ക് ചുറ്റും വേറെ ഒരു സ്ഥലം ഒന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വളരെ നല്ല പ്രൈവസിയും നമ്മൾക്ക് സ്വന്തമായി നമ്മളൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. രാത്രിയിലെ പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ, ഞങ്ങൾക്ക് ഫുഡ് നല്ലായിരുന്നു. ഇവര് തന്നെ ഫുഡ് തന്നു. അടിപൊളി ഫുഡായിരുന്നു ഇവിടുത്തെ. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ഒക്കെ ചെയ്ത്. അതെ.
അപ്പൊ ഞാനിവിടെ വന്നപ്പോ എനിക്ക് ഏറ്റവും അറിയാൻ പറ്റിയത് ഇന്ന് രാവിലെ നിങ്ങൾ പുറപ്പെടുന്നതാണ്. ഈ യാത്ര മാറ്റി വെക്കാനുള്ള കാരണം എന്താ? യാത്ര മാറ്റി വെക്കാനുള്ള കാരണം മെയിൻലി ഇവിടെ കുറച്ചുകൂടെ നേരം നമ്മൾ വന്നിട്ട് ലൈക്ക് നമ്മൾ വിചാരിച്ചത് ജസ്റ്റ് ഇവിടെ പുഴയുണ്ട് അത്രേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചാണ് വരുന്നത്. പക്ഷെ ഇത്ര ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടെന്ന് നമുക്ക് ഇവിടെ വന്നിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പോൾ വി ഫെൽ ലൈക്ക് വി ഷുഡ് സ്റ്റേ മോർ. അതായത് ഇവിടെ കുറച്ചുകൂടെ നേരം നിൽക്കാതെ പോകുന്നത് ഒരു നഷ്ടമാണെന്ന് തോന്നി. ഇവിടെ വരെ വന്ന് ഇത്രയും കണ്ടപ്പോൾ നമുക്കത് അങ്ങനെ വെറുതെ പോകാൻ തോന്നത്തില്ല. നമുക്ക് കുറച്ചുകൂടെ സ്റ്റേ ചെയ്യാൻ തോന്നി. അതുകൊണ്ട് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് യാത്ര നീട്ടി വെച്ചിരിക്കുക. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് നമ്മളെ റിവർ വാല്യൂ? സോ ഞാനിപ്പോ ഉള്ളത് കണ്ണൂര് ഇരിട്ടി റിവർ വാലി ജംഗിൾ റിസോർട്ട് പാലത്തിങ്കട അതെ ഇവിടെയാണ്. സോ എല്ലാവരും ഇങ്ങോട്ട് വരണം. ലൈക്ക് ഇതൊരു ഞാൻ ഒരുപാട് സ്ട്രെസ് ഉള്ളൊരു എൻവയോൺമെന്റിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ MBBS തീർത്ത് ഹൗസ് ഏജൻസിയും കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് വെക്കേഷൻ ആണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉള്ളത്. ആൻഡ് ദിസ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ. വളരെ ആ ഒരു സ്ട്രെസ് ഒക്കെ മാറി നമ്മളിപ്പോൾ എന്തോ ഭയങ്കര റിലാക്സ്ഡ് ആവാൻ പറ്റി. അപ്പോൾ അങ്ങനെ സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഫാമിലി ആയിട്ടും വരാം. ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതുപോലെ മീൻകുളം ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതുപോലെ ഇവിടെ പുഴയിലും ഇറങ്ങാം. അതും സേഫായ സ്പോട്ടൊക്കെ ഉണ്ട് പുഴയിൽ ഇറങ്ങാനാണെങ്കിലും അതും ഇറങ്ങാം. അപ്പോൾ ശരിക്കും നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഈ വലിയ വലിയ സ്പോട്ടുകളൊന്നും കാണാതെ അങ്ങനെ അല്ലാതെ ശരിക്കും നേച്ചറിലോട്ട് ഇറങ്ങിയുള്ളൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള വെക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഇതെന്ന് എനിക്ക് പറയാം. എല്ലാവരും ഇവിടെ വരണം. എല്ലാവരും വരണം. ഇത് ആസ്വദിക്കുന്നത് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും അത് എൻജോയ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നാട്ടിൽ പോയി ഭരണകാലത്തൊക്കെ പോയി അവിടെയുള്ള കുടുംബക്കാരോടും അതോടൊപ്പം തന്നെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊരു സ്ഥലം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇവിടെ ഉണ്ട്, റിസോർട്ട് ഉണ്ട്. അതെ, വളരെ ആർക്കും അറിയത്തില്ലാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നത്. പക്ഷെ ഇത് വന്നപ്പോഴാണ് ഇത്രയും ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഇത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം അങ്ങനെ ആരും അറിയാതെ പോകരുതല്ലോ. അത് എല്ലാവരും തീർച്ചയായും പറയണം. അപ്പോൾ നമ്മുടെ ഈ ഒരു റിസോർട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് പഠനമൊക്കെ പൂർത്തിയാക്കി 6 ഡോക്ടർമാരാണ് വന്നത്. അപ്പോൾ 2 ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു. ഇതാ 3ാമത്തെ ഡോക്ടർ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇരിക്കുന്നുണ്ട്. ഹൈ ഡോക്ടർ, നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് ഏമി. എവിടെയാണ് നാട്? തൃശ്ശൂരാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു കണ്ണൂർ ജില്ലയിലെ നമ്മുടെ ഈ ഒരു റിവർ വാലി ജംഗിൾ റിസോർട്ടിൽ വന്നപ്പോൾ ഒരു അനുഭവം? ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ടാ വന്നിരുന്നേ. ലൈക്ക് ഭയങ്കര ഒരു ഗെറ്റ് അവേ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ലൈഫും എല്ലാത്തിൽ നിന്നും ഒരു ഗെറ്റ് അവേ പോലെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. ഒത്തിരി എക്സ്പെക്ടേഷൻസിലൊന്നും അല്ല വന്നിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ലൈക്ക് മൊത്തത്തിൽ ലൈക്ക് ഫുൾ ലൈക്ക് നമ്മുടെ നേച്ചറായിട്ട് കൂടുതൽ എന്താ പറയുക ലൈക്ക് ഒരു ഹോംലി ഫീലുണ്ട്. താമസിക്കുന്ന സ്ഥലമാണേലും സൈഡിൽ പുഴയുണ്ട്. ലൈക്ക് അതന്നെയായിരുന്നു. നമുക്ക് അറിയായിരുന്നു പുഴയുടെ തീരത്താണെന്ന് അറിയാം. പക്ഷെ ഇത്ര ഒന്നും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ലൈക്ക് ഒത്തിരി ഭയങ്കര ഹാപ്പി ആയിപ്പോയി. ലൈക്ക് 1 ഡേ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. പക്ഷെ അത് ഒത്തിരി ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. യാത്ര മാറ്റി വെച്ചല്ലേ? അതെ അതെ. ഞങ്ങള് ഉച്ചയ്ക്ക് പോവാന്ന് വിചാരിച്ചാ ഞങ്ങളത് വേണ്ട, രാത്രി പോയാൽ മതി, ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങള് നിൽക്കാൻ തീരുമാനിച്ചു. പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ലൈക്ക് നമുക്ക് ഫ്രണ്ട്സായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പുറമായിരുന്നു. ഫ്രീ. അതെ അതെ, ഒത്തിരി. അവിടെ ഇങ്ങോട്ടുള്ള നമ്മള് ഈ കച്ചേരിക്കടവ് ഇങ്ങോട്ടുള്ള ഒരു യാത്രയുണ്ട്. അതെ അതെ. ആ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ലൈക്ക് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ എത്തിച്ചേരുന്ന പോലെ. ലൈക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഓരോ ഇതും ലൈക്ക് ചുറ്റിനും കാടും അവിടെ ഇവിടെയും കുഞ്ഞു കുഞ്ഞു വീടുകളും അങ്ങനെയായിട്ട് മൊത്തത്തിൽ പുഴ. അതെ, പിന്നെ നമ്മുടെ ഒരു ഇടുങ്ങിയ വഴിയായിരുന്നു. കുഞ്ഞൊരു വഴി കൂടെ നമ്മൾ വരുന്നത്. പക്ഷെ അത് വന്ന് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയിലോട്ടാണ് നമ്മൾ എത്തുന്നത്. നല്ല അടിപൊളിയായിരുന്നു. എന്താണ് നമ്മുടെ നാട്ടുകാരോടൊക്കെ പറയാനുള്ളത്? ഇവിടെ എനിക്ക് പറയാനുണ്ട്, എല്ലാവരും ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ലൈക്ക് ഒരാൾ പറഞ്ഞു കേട്ടോണ്ടൊന്നും ആവില്ല. നമ്മൾ ഇവിടെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ ഇത് ഇതാക്കേണ്ടതാണ്. പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടും. നമ്മുടെ ഈ ഒരു റിസോർട്ടിൽ ഈ മൈൻഡൊക്കെ ഫ്രീ ആയിരിക്കുന്ന ഈ നല്ലൊരു സുന്ദര പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും
അടിപൊളി. അപ്പോ നല്ല നമ്മൾ ഈ ഒരു കാലാവസ്ഥക്ക് നമ്മൾ ഈ ഒരു സുന്ദരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് പാടാൻ പറ്റിയ ഒരു പാട്ടല്ലേ. അപ്പൊ ഇനിയും നമ്മുടെ ഈ ഒരു റിസോർട്ടിൽ വരിക, പോയി ഫ്രണ്ട്സിനോടും അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളോടും കുടുംബക്കാരോടും ഒക്കെ പറയാ. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ പാലത്തുകടവിൽ ഇതേപോലെ ഒരു നല്ലൊരു റിസോർട്ട് ഉണ്ട്, നമ്മുടെ ജംഗിൾ റിസോർട്ട്. അപ്പൊ ഇവിടെ എല്ലാവരോടും വരാൻ വേണ്ടി പറയണം. ഓക്കെ, താങ്ക് യു. അങ്ങനെ 3 ഡോക്ടർമാരെ നമ്മൾ പരിചയപ്പെട്ടു, അവരുടെ ഒരു ഇവിടത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചറിഞ്ഞു. അപ്പൊ 4ാമത്തെ ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഹായ്, നമസ്കാരം. എന്താ പേര്? അന്ന. എവിടെ നാട്? കോട്ടയം തന്നെ. കോട്ടയം എവിടെ? കുടമാളൂർ. അടിപൊളി, ഗംഭീരം. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു റിസോർട്ടിൽ വന്നപ്പോൾ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം കുറേ കാലം ഒരു ബിസി ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് ഞങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ തപ്പി കണ്ടുപിടിച്ച ഒരു സ്പോട്ടാണ്. പക്ഷെ പെർഫെക്റ്റ് സ്പോട്ടാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പീസ് ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ടത്. തിരക്കും ബഹളവും ഒന്നുമില്ല. ഇപ്പം ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ഒരു റൂമിൽ നമുക്ക് ഭയങ്കരമായ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. അടുത്ത റൂം കുറേ ഡിസ്റ്റൻസ് വിട്ടിട്ടാണ്. അപ്പം നമുക്ക് ആ പ്രൈവസി ഉണ്ട്. നമുക്ക് ഈ സൗണ്ട്സ് ഒക്കെ എൻജോയ് ചെയ്ത് പുഴയുടെ ശബ്ദവും കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. രാവിലത്തെ കോടമഞ്ഞും. അതെ, മഞ്ഞും തണുപ്പും ക്ലൈമറ്റും ഭയങ്കര നല്ലതാണ്. ചുറ്റും നോക്കിയാലും വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഇവിടെ ഒത്തിരി സ്പോട്സ് ഉണ്ട്. ഞങ്ങൾ ഇന്നലെ വന്നതാണ്, ഞങ്ങൾ ഇതുവരെ മൊത്തം കണ്ടു തീർന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പുഴയിൽ പോയി, ഇന്നലെ വൈകിട്ട് പുഴയിൽ പോയി, പുഴ കുറെ നേരം കളിച്ചു. അടിപൊളിയാണ്. അതെ, ഇവിടെ ഇത് കണ്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഉറപ്പായിട്ടും വരണം. കാരണം ഇപ്പം നിങ്ങൾ കുറേ കാലം ബിസി ആയിട്ട് ജീവിച്ച് നിങ്ങൾക്കൊരു ബ്രേക്ക് വേണം എന്ന് തോന്നുമ്പോൾ വരാൻ പറ്റിയൊരു സ്പോട്ടാണ്. കാരണം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നമ്മളെ ഭയങ്കര കാമാക്കും. നമ്മുടെ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. അപ്പം ശരിക്കും എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ബ്രേക്ക് എടുക്കണം, അതാണ് പറയാനുള്ളത്. ഇന്നലെ നിങ്ങൾ ഇവിടെ ഡാൻസും പരിപാടിയും പാട്ടൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. അതെ, ഞങ്ങൾ ഗെയിംസും അന്താക്ഷരിയും പാട്ടും പുഴയിൽ കളിയും അങ്ങനെ ഇന്നലെ ഫുൾ ബിസി ആയിരുന്നു. രാത്രി ഉറങ്ങിയിട്ട് തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. ഞങ്ങൾ ഈ സൗണ്ടൊക്കെ കേട്ട് ബാൽക്കണി കുറേ നേരം ഇരുന്ന് ബാൽക്കണിയിൽ തന്നെ ഇരുന്നൊക്കെയാണ് കുറേ നേരം ഉറങ്ങി. അപ്പോൾ അടിപൊളി. അപ്പോൾ നമ്മുടെ പാട്ടൊക്കെ പാടും അല്ലേ? ഇല്ല. അപ്പോൾ വളരെ ഗംഭീരമായിട്ട് ഉള്ള ഒരു നമ്മുടെ ഒരു റിസോർട്ടിൽ നല്ലൊരു അനുഭവമൊക്കെ പങ്കുവെച്ചു. അപ്പോൾ എല്ലാവരും ഇവിടെ വരണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടുകാരോടും അതോടൊപ്പം തന്നെ ഫാമിലിയിലെ എല്ലാവരോടും ഒക്കെ പറഞ്ഞ് കോട്ടയം ജില്ലയിലെ പ്രകൃതിയെ സ്നേഹിക്കുന്നവരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഇവിടെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡോക്ടർമാരാണ്, നമ്മുടെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് ഡോക്ടർമാരൊക്കെയാണ്. അപ്പോൾ ഇവരോട് ഇനി ഒരാളോട് കൂടി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് അല്ലേ? എന്നാ ചോദിച്ചറിയാം. വണ്ടി നിർത്തുമോ? ഓക്കെ, അവിടെ ഇരുന്നു. അപ്പോൾ നമ്മളെ അടുത്ത ഡോക്ടർ എത്തി. അപ്പോൾ ഇവർ ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്, ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ നമസ്കാരം. എന്താ പേര്? എലൈൻ. എവിടെ വീട്? എന്റെ വീട് കടുത്തുരുത്തി, കോട്ടയം. ഗംഭീര സ്ഥലമാണല്ലേ? അടിപൊളിയാണ്. ഇവിടെ വന്നപ്പോ ഇതാണോ ഭംഗി, കോട്ടയുടെ ഭംഗി? കോട്ടയം എന്ന് പറയുമ്പം ഒരു പ്ലെയിൻ സ്ഥലമാണ്, ഇങ്ങനെ പാടങ്ങളും അങ്ങനെയൊക്കെ. ഇതെന്ന് പറയുമ്പം ഒരു കുറച്ച് വ്യത്യാസമായ ഒരു സ്ഥലം, ഒരു മലയുടെ മുകളില് ഒരു ചെറിയ ഐസൊലേറ്റഡ് ആയിട്ട് ഒരു സ്ഥലം, ഭയങ്കര നേച്ചറുമായിട്ട് കുറച്ചും കൂടെ അടുത്തുള്ള ഒരു സ്ഥലം. കാറ്റും, ഞങ്ങൾക്ക് അവിടെ അങ്ങനെ പുഴ ഇങ്ങനെ ഒന്നുമില്ല. ഇവിടെ ആണെങ്കിൽ തൊട്ട് മുന്നേ ഒരു പുഴയുണ്ട്, അതിന്റെ സൗണ്ട് നേച്ചറായിട്ട് കുറച്ചും കൂടെ അടുപ്പം തോന്നുന്നു. റിസോർട്ടിൽ വന്നപ്പോൾ ഒരു അനുഭവം എന്താ? നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ഇത്രയും നാളും ഭയങ്കര ബിസി ആയിരുന്നു, അത് നല്ല ബിസി ആയിരുന്നു. ജസ്റ്റ് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്നൊന്ന് റിലാക്സ് ആയി, ഒന്ന് എൻജോയ് ചെയ്തു. നല്ല പീസ്ഫുൾ ആണ്. അടിപൊളിയാണ്. എന്താ നമ്മൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഇത്രയും ബിസി ഒരു ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് ഒരു ബ്രേക്ക് വേണമെങ്കിൽ, ഒന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ, കുറച്ച് നേരം വേണ്ടപ്പെട്ടവരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിലൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് നമ്മുടെ പാലത്തുകടവിലെ റിവർ വാലി റിസോർട്ട്. ജംഗിൾ റിസോർട്ട്. ഓക്കെ ഡോക്ടർ, അടിപൊളി. ഇനിയും വരണം, എല്ലാവരോടും പറയണം, കൂട്ടുകാരോടൊക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ.
നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കച്ചേരിക്കടവ് പാലത്തുകടവ് റിവർ വാല്യൂ ജംഗിൾ റിസോർട്ടിലാണ് നമ്മൾ ഇത്രയും നേരം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ചോദിച്ചറിഞ്ഞത്. അപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ദൃശ്യ ഭംഗി ഒരുക്കിയിട്ടാണ് ഈ റിസോർട്ട് ഇവിടെ ഇവർ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് പഞ്ചായത്തിലെ ഈ ഒരു റിസോർട്ടിൽ വരണം, വന്ന് അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക. ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉഷാറാക്കുക, അടിപൊളി. അപ്പോൾ നമ്മൾ റിവർ വാലി ജംഗിൾ റിസോർട്ടിൽ എല്ലാ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ട സ്ഥലത്തെത്തി. കച്ചേരിക്കടവ് പാലത്തിന് സമീപത്ത് തന്നെ എത്തി. എങ്ങനെയുണ്ട് ഷിജോ നമ്മുടെ ഒരു? സൂപ്പറായിരുന്നു. ഒരു പുഴയുടെ തീരത്ത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, കാണാൻ പിള്ളേർക്ക് വരാനും അടിപൊളി. അപ്പോൾ എല്ലാവരും കൂടെ വരണം അല്ലേ? എല്ലാവരും പറഞ്ഞു. ടോളമി എന്തിൻ്റെ അഭിപ്രായം? കേട്ട സ്ഥലം നമ്മുടെ ഈ നാട്ടുകാർക്കൊന്നും ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല, ലോകത്തിന് അറിയത്തില്ല. പോയി കാണേണ്ട സ്ഥലം തന്നെ, കാണുക, അനുഭവിച്ചറിയല്ലേ? അത് തന്നെ. അപ്പോൾ എൻജോയ് എല്ലാവരും നമ്മുടെ പാലത്തങ്കടവുള്ള നമ്മുടെ റിവർ വാല്യൂ ജംഗിൾ റിസോർട്ടിൽ വരിക. കർണാടകവും കേരളവും ബന്ധിപ്പിക്കുന്ന ഒരു അതിർത്തിയാണ്. അതിർത്തിയിലെ കേരളത്തിലാണ് നമ്മുടെ ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ വരുന്ന ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് നല്ല റൂം സൗകര്യങ്ങളൊക്കെ AC, നോൺ AC, ഡബിൾ ബെഡ്റൂം, സിംഗിൾ ബെഡ്റൂം ഉൾപ്പെടെ കുട്ടികൾക്ക് കളിക്കാറുള്ള ചിൽഡ്രൻസ് പാർക്ക്, അതോടൊപ്പം തന്നെ നല്ല വ്യൂ പോയിന്റ്, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ നിരവധി കണ്ണിന് കുളിർമയേകുന്ന നിരവധി കാഴ്ചകൾ ഒരുക്കിയിട്ടാണ് നമ്മുടെ റിവർ വാല്യൂ റിസോർട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പറൊക്കെ നമ്മൾ അടി കൊടുക്കുന്നുണ്ട്. സംശയമുള്ളവരൊക്കെ വിളിക്കുക, വെക്കേഷനൊക്കെ അടിച്ചു വിളിക്കാൻ എല്ലാവരും വരിക. ഓക്കെ, വോക്ക് വിത്ത് ശ്രീവേഷ്കർ.